എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു പുലാവ് ഉണ്ടാക്കിയാലോ. നല്ല കിഡിലൻ രുചിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നെയ്യ് മാത്രം വേണേലും ചേർക്കാം, സൺഫ്ലവർ ഓയിൽ മാത്രം വേണേലും ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മസാലകളൊന്നും, അതായത് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് വെച്ചു. അതിലേക്ക് അരിഞ്ഞു വെച്ചൊരു സവോള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള അങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കോളിഫ്ലവറിൻ്റെ പകുതി അതുകൂടെ ചേർത്ത് കൊടുത്തു. ക്യാപ്സിക്കം, അതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. ബീൻസ് അതൊരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ എരിവിന് ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്തു. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്നുകൂടി ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, 3 പച്ചമുളക്, കുറച്ച് പുതിനയുടെ ഇല, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഇത്രയും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം അതേ ഒരു 2 ചെറിയ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തു. അപ്പം നമ്മൾ അരച്ചു കൊണ്ടുവന്ന് കൂട്ടുണ്ടല്ലോ, അതിനെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം, നല്ല മണം വരും. അതുവരെ നമ്മൾ ഇങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. അതിൻ്റെ പച്ചമണമൊന്നും ഉണ്ടാകരുത്. അടി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കുക്കറിലായതുകൊണ്ട് തന്നെ അങ്ങനെ അടി പിടിക്കുക, നല്ല കട്ടിയുള്ള കുക്കറായതുകൊണ്ട് അടി പിടിക്കത്തില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് കേട്ടോ ഇത്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത അരിയൊക്കെ ഒന്ന് പൊട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാകും. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫ്രൈ ആയി വരും അരി. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം.
ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം, ഈ കപ്പിന് തന്നെ 1 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരട്ടി വെള്ളം, 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ചില അരിക്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം കാണും കേട്ടോ. ഇനി കുറച്ച് നാരങ്ങ നീര്, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലായിരുന്നേ. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കുക്കർ നമുക്ക് അടയ്ക്കാം. കുക്കർ അടയ്ക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഹാൻഡിൽ അത് ലോക്ക് ചെയ്തിട്ടില്ല. സാധാരണ ഒരു അടപ്പ് അതുപോലെ നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ മതി. 5 മിനിറ്റ് വെച്ചു. കുക്കർ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കണം. കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തോർന്നു വരണം. രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ. വീണ്ടും നമ്മൾ കുക്കർ തുറന്നു, ഇളക്കി നോക്കാം. ഇതാ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. ഉപ്പും നമ്മൾ ചേർത്ത നാരങ്ങാനീരിൻ്റെ പുളിയും എല്ലാം എരിവും എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കൂടെ സലാഡും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അച്ചാർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. രാവിലെ ആയതുകൊണ്ട് ഞാൻ അച്ചാർ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വീണ്ടും പറയുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.